രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിലെ പരാതിക്കാരിയെ അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും പരാതിക്കാരിയുടെ പേരോ വിവരങ്ങളോ പരസ്യപ്പെടുത്തിയിട്ടില്ലെന്നുമാണ് രാഹുൽ ഈശ്വറിന്റെ വാദം. അതേസമയം രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട തിരുവനന്തപുരം സൈബർ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി. കോടതി ആ കസ്റ്റഡി അപേക്ഷയും പരിഗണിക്കും. പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് റിമാൻഡിൽ കഴിയുന്നത്. നിലവിൽ രാഹുൽ ഈശ്വർ നിരാഹാര സമരം തുടരുകയാണ്. വെള്ളം മാത്രമാണ് രാഹുൽ ഈശ്വർ കുടിക്കുന്നത്. ഡോക്ടർമാർ രാഹുൽ ഈശ്വറിനെ നിരീക്ഷിക്കുന്നുമുണ്ട്. ജില്ലാ ജയിലിലായിരുന്നു രാഹുൽ ഈശ്വർ. ഇന്നലെയാണ് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. നിരാഹാര സമരത്തിന് മാറ്റമൊന്നുമില്ല, വെള്ളം മാത്രം കുടിച്ച് കഴിയുന്നു റിമാൻഡിൽ എന്നുള്ളതാണ്. രാഹുൽ ഈശ്വർ ഇന്നിപ്പോൾ ജാമ്യാപേക്ഷ പരിഗണിക്കും എന്നുള്ള സാഹചര്യം കൂടിയാണ്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ആ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. രാഹുൽ ഈശ്വറിൻ്റെ വാദം എന്ന് പറയുന്നത് ഈ നടന്നിരിക്കുന്ന അറസ്റ്റ് നിയമവിരുദ്ധം ആണ് എന്നുള്ളതാണ്. അതിൽ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താൻ പരാതിക്കാരിയുടെ പേരോ വിവരങ്ങളോ പരസ്യപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ വാദങ്ങളൊക്കെ പരിഗണിച്ച് ഒരു ജാമ്യം രാഹുൽ ഈശ്വറിന് ലഭിക്കുമോ എന്നുള്ളതും കൂടി ഏറെ നിർണായകമാണ്.